ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് അന്ന് ബ്രിട്ടീഷ് ജനറൽ ആയിരുന്ന എഡ്മണ്ട് അലൻബി ഫലസ്തീൻ ബ്രിട്ടൻ്റെ മാൻഡേറ്റായി മാറിയപ്പോൾ നടത്തിയ ഒരു പരാമർശമുണ്ട്. ഇന്നാണ് കുരിശ് യുദ്ധം അവസാനിച്ചത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പല ഘട്ടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ജോർജ് ഡബ്ല്യു ബുഷ് ഇറാഖ് അധിനിവേശം നടത്തുന്ന സമയത്ത് കുരിശ് യുദ്ധങ്ങളുടെ തുടർച്ചയാണ് ഇത് എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധവും അത്തരത്തിൽ കുരിശ് യുദ്ധങ്ങളുടെ തുടർച്ചയായി തന്നെ കാണാനും വായിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്ര അന്വേഷകനാണ് ഞാൻ. കുരിശ് യുദ്ധം ഇസ്ലാമിക ലോകത്ത് 1095 മുതൽ 1291 വരെ 196 വർഷം നീണ്ടുനിന്ന അന്നത്തെ ബൈസൻ്റൈൻ എംപയറും ഇസ്ലാമിക ഭരണകൂടവും തമ്മിൽ നടന്ന പോരാട്ടങ്ങളാണ്. പ്രധാനപ്പെട്ട 8 കുരിശ് യുദ്ധങ്ങളാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ വരുന്നതിനെയൊക്കെ നാം അതിനോട് ചേർക്കുകയാണെങ്കിൽ അത് ഇനിയും തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു പട്ടിക തന്നെയായിരിക്കും എന്ന് നമുക്ക് പറയാം. ആദ്യ കുരിശ് യുദ്ധം 1095 അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്ലാമിക സാമ്രാജ്യം പലതായി പകുക്കപ്പെട്ടു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച മദീന എന്ന സ്റ്റേറ്റ് ഖിലാഫത്തുർ റാഷിദ സച്ചരിതരായ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അതിവിസ്തൃതമായൊരു പ്രദേശം ഇസ്ലാമിലേക്ക് വന്നു. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കപ്പൽപ്പട ആരംഭിച്ചതോടെ കുറച്ചുകൂടി വിശാലമായ ഭൂപ്രദേശത്തിലേക്ക് ഇസ്ലാം കടന്നുപോയി. 661 ഖിലാഫത്തുർ റാഷിദ അവസാനിച്ചു. 661 മുതൽ 750 വരെ 90 വർഷത്തോളം പിന്നീട് ഉമയ്യ ഭരണകൂടമാണ് ഇസ്ലാമിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായി നിലകൊണ്ടത്. ഉമയ്യ ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് കടന്നു വന്ന അബ്ബാസിയാക്കൾ AD 750 മുതൽ 1258 എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളിലൊന്നാണ്. സാക്ക് ഓഫ് ബാഗ്ദാദ്, അവസാനത്തെ ഖലീഫയായ അബ്ബാസിഡ് ഖലീഫയെ ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയ ഹുലാഗു ഖാൻ്റെ സൈന്യം സാക്ക് ഓഫ് ബാഗ്ദാദ് എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന വർഷം. ഈ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ധാരാളം പെറ്റി സ്റ്റേറ്റ്സ്, ചെറിയ ചെറിയ ഭരണകൂടങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. 756 തന്നെ സ്പെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉമയ്യ ഭരണകൂടം വന്നിട്ടുണ്ട്. അബ്ദുറഹിമാൻ അദ്ദാഖിൽ, ചരിത്രം നമുക്കറിയാം. പിന്നീട് കുറച്ചുകൂടി കഴിയുമ്പോൾ നിരവധി ഭരണകൂടങ്ങൾ വരുന്നുണ്ട്. അഗ്ലബിഡ് ഡയനാസ്റ്റി 800 മുതൽ 909 വരെ ഇവരുണ്ട്. ഇദ്രീസിഡ്സ് 789 മുതൽ 926 വരെ. ഫാത്തിമിയാക്കൾ 909 മുതൽ 1171 വരെ. പിന്നെ സംഗികൾ, സെൽജൂക്കുകൾ, ബുയിഡ്സ്, സഫവിഡ്സ്, സഫാരിഡ്സ്, അങ്ങനെ നിരവധി ഭരണകൂടങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ സഫവിഡ്സ് 1500 ഇറാനിൽ വരുന്നൊരു ഭരണകൂടമാണ്. പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന അനൈക്യം, ഛിദ്രത, അത് കൃത്യമായി മുതലെടുക്കുകയാണ് അന്നത്തെ ബൈസൻ്റൈൻ എംപയർ. വേറെയും ചില കാരണങ്ങളുണ്ട്. സെൽജുക്ക് ഭരണാധികാരികൾ അന്ന് അനത്തോളിയ, ഏഷ്യ മൈനർ, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ അവർ കീഴടക്കുകയുണ്ടായി. ഇതൊക്കെ ബൈസൻ്റൈൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളായിരുന്നു. അന്ന് ജെറൂസലമിൽ ആയുധം ധരിച്ചുകൊണ്ട് അവിടെ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി സെൽജുക്ക് ഭരണാധികാരികൾ. ഇതിലൊക്കെ കുപിതരായിക്കൊണ്ടാണ് അന്നത്തെ ബൈസൻ്റൈൻ ചക്രവർത്തിയായിരുന്ന അലക്സിയോസ് ഫസ്റ്റ്
അന്നത്തെ പോപ്പായിരുന്ന അർബൻ സെക്കൻഡിനെ സമീപിക്കുന്നതും മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായൊരു പോരാട്ടം നടത്തണം എന്നാവശ്യപ്പെടുന്നതും. ഇതാണ് ഒന്നാമത്തെ കുരിശ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. അന്ന് ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പോരാളികൾ ഈ കുരിശിൻ്റെ വസ്ത്രം, തുണി മുറിച്ച് ധരിച്ചു എന്നാണ് പറയുന്നത്. പോപ്പ് തന്നെ അവർക്കത് കൊടുത്തു എന്നാണ് പറയുന്നത്. കുരിശിൻ്റെ രൂപം തുണിയിൽ വെട്ടിക്കൊടുത്തു. അതവരുടെ വസ്ത്രത്തിൽ ധരിച്ചുകൊണ്ട് ഈ പോരാളികൾ മുഴുവൻ കടന്നു വരികയും നമ്മൾ നേരത്തെ പറഞ്ഞ അനത്തോളിയയും ഏഷ്യ മൈനറും അർമേനിയല്ല അനത്തോളിയയും ഏഷ്യ മൈനറൊക്കെ തിരിച്ചു പിടിച്ച് സിറിയയിലൂടെ ഒരു പടയോട്ടം നടത്തി ജെറൂസലം അവർ കൈക്കലാക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിൽ ഒന്നാണത്. ഇബ്നു ഖൽദൂനിനെ പോലെയുള്ള ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് 70,000-ഓളം ആളുകളെ അന്ന് കൊല ചെയ്തു എന്നാണ്. ജെറൂസലമിൽ രക്തപ്പുഴ ഒഴുകി എന്നൊക്കെ കാണാം. അവിടുത്തെ പള്ളിയിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് പോലെ തലയറുത്ത് കൂട്ടി എന്നൊക്കെ ചില ചരിത്രകാരന്മാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിരൂക്ഷമായ ഒരു പോരാട്ടം. അതിൽ വളരെ മോശമായിക്കൊണ്ടാണ് ക്രിസ്ത്യൻ ഭരണകൂടവും ഭരണാധികാരികളും അവർ പിടികൂടിയ പ്രദേശത്തെ പ്രജകളെ നേരിട്ടത്. പിന്നീട് നടന്ന കുരിശുദ്ധങ്ങൾ, ഈ ഒന്നാമത്തെ കുരിശുദ്ധത്തിന് ശേഷം പിന്നീട് നടന്ന നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട 8 കുരിശ് യുദ്ധങ്ങളിൽ 7 എണ്ണത്തിലും ഇസ്ലാമിക സൈന്യം വിജയിച്ചു പോയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ കുരിശ് യുദ്ധം അപ്പോഴേക്ക് അത്താബക് ഡയനാസ്റ്റി അല്ലെങ്കിൽ നമ്മൾ സെങ്കിഡ്സ് എന്ന് പറയുന്ന ഇമാമുദ്ദീൻ സെങ്കി, നൂറുദ്ദീൻ സെങ്കി തുടങ്ങിയ അതിപ്രഗത്ഭരായ ഭരണാധികാരികൾ സിറിയയുടെ അധികാരം ഏറ്റെടുക്കുകയും അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിരോധങ്ങൾ ആലപ്പോ, ഹിംസ് അങ്ങനെ ചില പ്രദേശങ്ങളൊക്കെ അവർ തിരിച്ചു പിടിച്ചു. അവർക്ക് ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ അവിടെ നിന്ന് തുരത്താൻ വേണ്ടി സാധിച്ചു. മൂന്നാമത്തെ കുരിശ് യുദ്ധം, അതിലാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വിശദമായി പറയാനുള്ള സമയം നമുക്കില്ല. അദ്ദേഹം ഇറാഖിലെ തിക്രിയത്തിലാണ് ജനിക്കുന്നത്. 1137 മരണപ്പെടുന്നത് 1193 56-ാമത്തെ വയസ്സിലാണ്. തിക്രിയത്തിൽ നിന്ന് അദ്ദേഹം ജനിക്കുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പലായനം ചെയ്യേണ്ടി വരികയാണ്. അവർ സിറിയയിലേക്ക് കുടിയേറുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് നജ്മുദ്ദീൻ ആ മകൻ ജനിച്ച ദിവസം തന്നെ പലായനം ചെയ്യേണ്ടി വന്നതിൽ ഒരു ദുശകനമായിക്കൊണ്ടാണ് തുടക്കത്തിൽ തൻ്റെ മകനെ കാണുന്നത്. പിന്നീട് പിതാവിൻ്റെ ആ കാഴ്ചപ്പാടൊക്കെ മാറുന്നത്. സിറിയയിൽ വന്ന ഈ കുടുംബം അവിടുത്തെ സെങ്കിഡ് ഡയനാസ്റ്റിയുടെ ഇമാമുദ്ദീൻ സെങ്കിയുടെയും നൂറുദ്ദീൻ്റെയും വളരെ വേണ്ടപ്പെട്ടവരാവുകയും അവിടെ സൈനിക ഉദ്യോഗസ്ഥരായും ജഡ്ജായും ഒക്കെ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നജ്മുദ്ദീനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വളരെ പ്രശസ്തനായ അസസുദ്ദീൻ ഷീർകൂഹ് എന്നറിയപ്പെടുന്ന ഒരാൾ, അസസുദ്ദീൻ ഷീർകൂഹ്. പിന്നീട് ഈ കുടുംബത്തെ ഈജിപ്ത് ആ കാലത്ത് ഫാത്തിമിയ ഭരണകൂടത്തിൻ്റെ കീഴിലാണ്. അവസാനത്തെ ഫാത്തിമിയ ഭരണാധികാരി 14-ാമത്തെ ഭരണകാരി ആളിദ് ലിദീനില്ല എന്നറിയപ്പെടുന്ന ഭരണാധികാരിയുടെ കീഴിലാണ് അന്ന് ഈജിപ്ത് ഉള്ളത്. അവിടുത്തെ ചില ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാനും ഇവരെ വന്ന് ക്ഷണിച്ചതായിരുന്നു. ഇമാമുദ്ദീൻ സെങ്കിയുടെ സഹായം തേടിയതായിരുന്നു. അവർ ഈ അസസുദ്ദീനെയും സുൽത്താൻ സലാഹുദ്ദീനെയും ഒക്കെ അവിടേക്ക് പറഞ്ഞയക്കാൻ. അങ്ങനെയാണ് അദ്ദേഹം ഈജിപ്തിൽ എത്തിപ്പെടുന്നത്. പിന്നീട് ഈജിപ്തിൻ്റെ ഒരു ഭരണാധികാരിയായിട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ജീവിതം പറയുമ്പോൾ നമുക്ക് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു നേതൃത്വത്തിനുണ്ടാകുന്ന വ്യക്തി ഗുണം, അത് അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് നിരവധി പോരാളികളെയും ഭരണാധികാരികളെയും ഒക്കെ കണ്ടെത്താൻ സാധിക്കും. ചരിത്രത്തിനെ മാറ്റിമറിച്ച അസംഖ്യം ആളുകൾ അത്തരത്തിലുണ്ട്. ഇപ്പോൾ ഓട്ടോമൻ കാലിഫേറ്റിലുണ്ടായ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത ഫാത്തിഹ് മുഹമ്മദ് സെക്കൻഡ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി, മുസ്ലിങ്ങളുടെ വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കണമെന്നത്. 1453 ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ചരിത്രത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്.
ഓട്ടോമൻ കാലിഫേറ്റിൽ തന്നെ അത്തരത്തിൽ അതിപ്രഗത്ഭരായ നിരവധി ഭരണാധികാരികളെ കാണാം. സുലൈമാൻ ദ മാഗ്നിഫിസൻറ്റ്, സലീം തേർഡ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഓരോ ഭരണകൂടങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് അത്തരത്തിൽ കാണാം. ഗസ്നി ഡൈനാസ്റ്റിയിലെ മഹ്മൂദ് ഗസ്നി, അങ്ങനെ നിരവധി ആളുകൾ. ചിലർ അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ നിപുണന്മാരായി പ്രശസ്തി ആർജിച്ചവരാണ്. ചിലർ പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിന്നവരാണ്. യുദ്ധമുഖത്താണ് അവർ ഏറ്റവും അധികം അറിയപ്പെടുന്നത്. ചില മുജദ്ദിദുകൾ, പരിഷ്കർത്താക്കൾ, ചരിത്രത്തിൽ കടന്നുപോയവർ അവരുടെ വിജ്ഞാനം കൊണ്ടും അവരുടെ വിനയം കൊണ്ടും ജീവിതം കൊണ്ടും അടയാളപ്പെടുത്തിയവരാണ്. സലാഹുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 3 തലങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകം കണ്ട ഏറ്റവും വലിയ പോരാളിയാണ് അദ്ദേഹം. ലോകത്തിലെ മികച്ച ഭരണാധികാരികളിൽ ഒരാളാണ് അദ്ദേഹം. വ്യക്തി വിശുദ്ധി കാത്തു സൂക്ഷിച്ച അതീവ ഭക്തനായ, ഔദാര്യവാനായ, ജീവിതത്തിൽ വിനയവും ലാളിത്യവും കൊണ്ടു നടന്ന ഒരു ജേതാവാണ് അദ്ദേഹം. ഈ 3 തലങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കാൻ, അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ആളുകൾ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചാലും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ അറിയാത്ത മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അദ്ദേഹത്തെ ഓർക്കാത്തവരും അനുസ്മരിക്കാത്തവരും ഉണ്ടാകില്ല. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അസസുദ്ദീൻ ഷീർകൂഹ് ഈജിപ്തിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. സുൽത്താൻ സലാഹുദ്ദീന് ആദ്യം മന്ത്രിസ്ഥാനാണ് ലഭിക്കുന്നത്. ആ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് വേണ്ട എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം ഒരു അലസനാണ്, സുഖലോലുപ്പനാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൽ വരുന്നൊരു പരിവർത്തനം വളരെ വലുതായിരുന്നു. തൻ്റെ ജീവിതത്തെ തന്നെ വലിയ ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നും, ഇസ്ലാമിക സമൂഹത്തിലെ ഛിദ്രതയെ, അനൈക്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് അദ്ദേഹം ബോധപൂർവം പണിയെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഫാത്തിമിയ ഭരണകൂടം എന്ന് പറഞ്ഞാൽ അതൊരു ഷിയ ഭരണകൂടമാണ്. ആ ഷിയ ഭരണകൂടത്തിൻ്റെ അവസാനത്തെ ഖലീഫയോടൊപ്പം നിന്ന് അന്നത്തെ മുസ്ലിങ്ങളുടെ ശത്രുക്കളായിരുന്ന ബൈസന്റൈൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനായി. വലിയൊരു പോരാട്ടത്തിൽ, ദിമ്യാത്ത് യുദ്ധത്തിൽ സലാഹുദ്ദീൻ അയ്യൂബിക്ക് 10 ലക്ഷം രൂപയോളം ആളിദ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഷിയ ഭരണാധികാരിയാണ് അയച്ചു കൊടുക്കുന്നത്, അവിടുത്തെ സുന്നിയായ ഒരു മന്ത്രിക്ക്. തൻ്റെ കീഴിൽ, ഈജിപ്ത് എന്ന് പറയുന്നത് ഫാത്തിമിയ ഖിലാഫത്തിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. അതിൻ്റെ കീഴിലുള്ള സ്ഥലമായിരുന്നിട്ട് പോലും അവിടെ ഒരു മന്ത്രിസ്ഥാനം, അധികാരം കൊടുക്കാൻ ആളിദും തയ്യാറായി. അത് ഏറ്റെടുത്തു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ ഒരു അനൈക്യത്തെ നേരിടാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇസ്സത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ന് നമ്മൾ പലപ്പോഴും മുസ്ലിം ഐക്യത്തിൽ വിള്ളലുണ്ടാകുന്ന പല കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിക്കും. അത് ഷിയ ആണോ? പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഇറാനെ അനുകൂലിച്ചെന്തെങ്കിലും എഴുതിയ ഷിയ ആയി. അതിനായിട്ട് മൈക്രോസ്കോപ്പ് കണ്ണട വെച്ച് പരതി നടക്കുന്ന ആളുകൾ നമുക്കിടയിൽ അനേകമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അനൈക്യത്തിന് അപ്പുറം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇസ്സത്ത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ നമുക്ക് കൃത്യമായി യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കാൻ സാധിക്കണം. പക്ഷേ സുൽത്താൻ സലാഹുദ്ദീൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഷീഇകൾക്കിടയിൽ ഉണ്ടായിരുന്ന പല ബിദ്ഈ വിശ്വാസങ്ങളെയും മാറ്റിത്തിരുത്തിയ ഒരു നേതാവ് കൂടിയായിരുന്നു. ആളിദിനോട് നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അവിടുത്തെ ഷിയ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഭരണം മുന്നോട്ട് കൊണ്ടുപോയതൊക്കെയാണെങ്കിലും അന്ന് ബാങ്കിൽ ഹയ്യ അല ഖൈറൽ അമൽ എന്ന് പറഞ്ഞിട്ടൊരു വാചകം കൂടി ഷിയാക്കൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് വിളിക്കുമ്പോൾ അതുകൂടി അതിലുണ്ടായിരുന്നു. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഈജിപ്തിലെ മന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹം എടുത്ത് ഒഴിവാക്കുന്നത് ആ പരാമർശത്തെ. അതുകൊണ്ടാണ് ചില ആളുകൾ അദ്ദേഹത്തെ മുജദ്ദിദായിക്കൊണ്ടുകൂടി പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പരിഷ്കർത്താവ്. ഷിയാക്കൾ കൊണ്ടുവന്ന പല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അത്തരത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തതായി കൊണ്ടുകൂടി കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അടുപ്പം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
ആളിദ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു പേരാണ് മലിക്കുൻ നാസിർ. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് കിട്ടിയ ഒരു അപരാഭ്യ നാമമാണ് മലിക്കുൻ നാസിർ. ഇത് ഫാത്തിമിയ ഖാലിഫ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പേരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐക്യത്തെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അധികാരത്തോട് അദ്ദേഹത്തിന് വലിയ ഒരു കൊതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സമകാലിക വായനയ്ക്ക് വിധേയമാകുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ഗുണപാഠങ്ങളുടെ കൈമാറലാണ്. ചരിത്രം എന്നത് ഒരുപാട് യുദ്ധങ്ങളുടെ, ഏറ്റുമുട്ടലുകളുടെ, എണ്ണങ്ങളുടെ, ഇത്രയാൾ മരിച്ചു, ഇത്രയാൾ ജീവിച്ചു എന്ന് പറയുന്നതല്ലല്ലോ. ചരിത്രം എന്നത് കുറേ മൂല്യങ്ങളുടെ കൈമാറ്റമാണ്. അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളും അവർക്കുണ്ടായ ഗുണങ്ങളും മെച്ചങ്ങളും പുതിയ തലമുറകൾക്ക്, ഇന്ന് ജീവിക്കുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഇന്നലകളിൽ നിന്ന്. എന്നാലേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊരു തുടർച്ചയാണ്, ഒരു പ്രവാഹമാണ്. ആ തുടർച്ച ഫലവത്തായി നടക്കണമെങ്കിൽ ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോൾ കേവലം യുദ്ധങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മളിലേക്ക് സ്വാംശീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തോടുള്ളൊരു താല്പര്യം, അധികാരത്തിന് അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നൂറുദ്ദീൻ സങ്കി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സിറിയ കൂടി ചേർക്കാമായിരുന്നു. പിന്നീട് സിറിയ കൂടി സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പോയി പോരാടി പിടിച്ചെടുത്തത് എന്ന രൂപത്തിലല്ല, പിന്നീട് വന്നു ചേരാണ്. ദുർബലരായ ചില ഭരണാധികാരികൾ സങ്കിഡ് ഡൈനാസ്റ്റിയിൽ വന്നപ്പോൾ വലിയ പ്രയാസമില്ലാതെ സിറിയ കൂടി അദ്ദേഹത്തിൻ്റെ ഭരണത്തിലേക്ക് വരാണ്. ഈജിപ്തിൻ്റെയും സിറിയയുടെയും ഭരണാധികാരിയാണ് അദ്ദേഹം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. അപ്പോൾ നൂറുദ്ദീൻ സങ്കി മരണപ്പെട്ടപ്പോൾ അധികാരം പിടിച്ചെടുക്കാൻ അവസരമുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അതിന് മെനക്കെടാതെ വെറും 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന നൂറുദ്ദീൻ സങ്കിയുടെ മകൻ സ്വാലിഹ് ഇസ്മായിൽ അൽ മലിക് എന്ന് പറയുന്ന ആ കുട്ടിയെ അന്നത്തെ സിറിയയുടെ ഭരണത്തിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്യാണ്. അതിന് പിന്തുണ കൊടുക്കുകയാണ്, ഭരണാധികാരിയായിട്ട് അംഗീകരിക്കുകയാണ്. എന്നിട്ട് ഈജിപ്തിലെ കാര്യങ്ങളെ മാത്രമാണ് അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഇതൊരു വലിയ ഗുണമാണ്. അധികാരത്തോട് അങ്ങനെ ഒരു കൊതിയൊന്നുമില്ലാതെ വളരെ വിനയാന്യതനായി, ഭക്തനായി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മൾ ജെറൂസലം കീഴടക്കിയതിൻ്റെ ഒരു ചരിത്രമാണല്ലോ പറയുന്നത്. 1187 ബാറ്റിൽ ഓഫ് ഹിറ്റീൻ. അതിൽ ജൂലൈ മാസത്തിൽ ആരംഭിച്ചു. ഒക്ടോബർ 2-ാം തീയതിയിലാണ് ജെറൂസലം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പിടിച്ചെടുക്കുന്നത്. ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില തീയതികളിൽ ഒന്നാണിത്. 1187 ഒക്ടോബർ 2 അന്ന് അദ്ദേഹം ആ യുദ്ധത്തിൽ ജയിക്കുന്നത്. ജെറൂസലം മുസ്ലിങ്ങളുടെ കീഴിലേക്ക് വരുന്നത് 2-ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജെറൂസലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുന്ന യാത്ര ചരിത്രത്തിൽ നാം ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടുന്നത്. ആ യാത്രക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ച് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹമായിരുന്നു റോമൻ യുദ്ധങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. നിങ്ങൾ വന്നാൽ ജെറൂസലം കൈമാറാം എന്ന് ഇവിടുത്തെ പാട്രിയാർക്ക് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം അതിന് സന്നദ്ധനായിട്ടില്ല. അദ്ദേഹം ഖലീഫയായപ്പോൾ 2 തവണ അദ്ദേഹം മദീനയുടെ പുറത്തു പോയതായിട്ടും ചരിത്രത്തിൽ കാണുന്നത്. എല്ലാ വർഷവും ഹജ്ജിന് പോയിട്ടുണ്ട്, 4 എന്ന് ചിലർ പറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. അതിൽ ഒരു പോകുന്ന ജെറൂസലം ഏറ്റെടുക്കാനാണ്. അധികാരം കിട്ടുന്നതോടുകൂടി യാത്ര പോകുന്ന, ഇപ്പം നമ്മുടെ രാജ്യത്തൊക്കെ ഭരണാധികാരിയെ നോക്കിയാൽ കാണാം, എല്ലായിടത്തും പോയി കറങ്ങിപ്പോരാ എന്നുള്ളൊരു പോളിസിയാണ്. ഒരു നേതാവായാൽ ആദ്യം പ്രയോറിറ്റി അതിനാണ്. പക്ഷെ ഉമർ 2 തവണ മദീന വിട്ടുപോയിട്ടുള്ളൂ. ഒന്ന് ജെറൂസലം ഏറ്റെടുക്കാനാണ്. അലി റളിയല്ലാഹു അൻഹുവിന് മദീനയുടെ ചുമതല കൊടുത്തുകൊണ്ട് അദ്ദേഹം പോകുന്ന യാത്ര തൻ്റെ പരിചാരകനായ അസ്ലമിനെയും കൂട്ടി. യാത്ര സുദീർഘമായ യാത്രയാണ്. അസ്ലമും അദ്ദേഹവും തമ്മിലുള്ള ഒരു കരാറ്, പകുതി ദൂരം ഞാൻ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചാൽ പകുതി ഞാൻ കാൽനടയായി സഞ്ചരിക്കും, അപ്പോൾ ഒട്ടകപ്പുറത്ത് താങ്കൾ സഞ്ചരിക്കണം. അങ്ങനെ 2 പേരും പകുത്ത് ആ യാത്രയിൽ വരുന്നുണ്ട്. 14 കീറലുകളുള്ള ഒരു മേലങ്കി ധരിച്ചുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജെറൂസലമിലേക്ക് കയറി വരുന്നത്. പലപ്പോഴായി അദ്ദേഹം തന്നെ തുന്നിക്കൂട്ടിയ, പല നിറത്തിലുള്ള നൂലുകളാൽ തുന്നിക്കൂട്ടിയതിൻ്റെ പാടുകളുള്ള ഒരു മേലങ്കി. അദ്ദേഹം നിത്യം ഉപയോഗിക്കാറുള്ള തലപ്പാവ് ധരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലുറ ധരിച്ചിട്ടില്ല.
ജെറൂസലമിൽ എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് തൻ്റെ വാഹനപ്പുറത്ത് നിന്ന് താഴെ വീണ് ആ മേലങ്കിയിൽ മുഴുവൻ മണൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ജെറൂസലമിൽ കടക്കുന്ന സമയത്ത് ഒട്ടകപ്പുറത്തിരിക്കാനുള്ള ടേൺ തൻ്റെ പരിചാരകൻ്റെതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഖലീഫ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഇരിക്കൂ. ഉമർ സന്നദ്ധനായില്ല. നിയമപ്രകാരം നിങ്ങളാണ് ഇരിക്കേണ്ടത്. ആ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചുകൊണ്ട് ജെറൂസലമിലേക്ക് കയറി വരുന്ന ഉമർ ഇത് കണ്ടതും ഓടി വന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തടുത്തു നിർത്തി പറഞ്ഞു, എന്താണ് അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ? നമുക്ക് ഈ വസ്ത്രമൊക്കെ ഒന്ന് മാറിക്കൂടെ? നമുക്കൊന്ന് ഉഷാറായിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത മറുപടി, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അള്ളാഹു ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയ ഒരു സമൂഹമാണ് നമ്മൾ. നമ്മുടെ വസ്ത്രമോ മേലങ്കിയോ തലപ്പാവോ കാലുറയോ ആഡംബരങ്ങളോ ഉടയാടകളോ ഒന്നുമല്ല നമ്മുടെ അടയാളം. ഇസ്ലാമാണ് ഞങ്ങളുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വരുന്നത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയിലും ഇത് നമുക്ക് കാണാം. ജെറൂസലം രണ്ടാമതായി മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അതേപോലെ വിനയാന്വിതനായ മറ്റൊരു ഭരണ നേതാവാണ് അതിന് അർഹനായി മുന്നോട്ട് വരുന്നത്. പറഞ്ഞു വരുന്നത്, ചരിത്രത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, പുതിയ കാലത്ത് പുതിയ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്ത് കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള നേതൃത്വം ഇസ്ലാമിക ലോകത്ത് ഉണ്ടാകണം. നമ്മുടേതായ ഇടപെടലുകൾ ഇല്ലാത്തതിൽ പോലും എനിക്ക് പ്രശംസ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്ലാമിക സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആൽ-ഇംറാനിൽ അള്ളാഹു വളരെ കർശനമായി ഗൗരവമായി ഒരു ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്നിടത്ത് പറയുന്നത്, ചില മനുഷ്യരുണ്ട്, ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു. ചെയ്യാത്തതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറയാണ്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ അവസ്ഥ ഇന്ന് എവിടെയാണ്? പുതിയ സലാഹുദ്ദീൻ ഉണ്ടാകണമെങ്കിൽ, പുതിയ ഉമർ ബിൻ ഖത്താബ് ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തി വിശുദ്ധിയും ജീവിത കാഴ്ചപ്പാടുകൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിൽ പോലും പ്രശംസ ആഗ്രഹിക്കുന്നവർ, ഞാനാണത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ, അത്തരം നേതൃത്വങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക സമൂഹം ഗസയിലും ഇറാനിലും ഒക്കെ ആ രൂപത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. ഇന്ത്യയിലെ ഫാസിസ്റ്റ് ദ്രംഷ്ടകൾക്കിടയിൽ നെരിഞ്ഞമരും. ഇസ്ലാമോഫോബിയ അതിൻ്റെ ഇടയിൽ വലിയ പ്രയാസങ്ങൾ സഹിച്ച് നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ജീവിക്കേണ്ടി വരും. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ചരിത്രത്തിൽ വ്യത്യസ്തനാകുന്നത് അതുകൊണ്ടാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തൊരു മാതൃകയുണ്ട്. ജെറൂസലം കീഴടക്കിയപ്പോൾ അവിടെയുണ്ടായിരുന്ന മുഴുവൻ ചർച്ചുകളെയും അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പട്ടണം വിടുന്നത്. പാട്രിയാർക്കുമായി അദ്ദേഹം കരാർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലുഹർ ബാങ്ക് വിളിക്കുന്നത്. പാട്രിയാർക്ക് പറഞ്ഞു ഉമറിനോട് ആ ചർച്ചിൻ്റെ പിറകിൽ നിന്ന് നമസ്കരിക്കാൻ. ദീർഘവീക്ഷണമുള്ളൊരു നേതാവായിരുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പാട്രിയാർക്കിന് കൊടുക്കുന്ന മറുപടി, ഇന്ന് ഞാനിവിടെ നിസ്കരിച്ചാൽ നാളെ എൻ്റെ സമൂഹം വന്ന് ഖലീഫ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആരാധനാലയത്തെ കയ്യേറുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അത് വേണ്ട. അവിടെ നിന്ന് പുറത്തിറങ്ങി 20-30 മീറ്റർ മാത്രം, ഞാൻ ആ സ്ഥലം കണ്ടിട്ടില്ല, ചരിത്രത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ, ഉമർ മറ്റൊരിടത്ത് നിന്ന് നിസ്കരിക്കുന്നത്. അവിടെ മസ്ജിദ് ഉമർ ബിൻ ഖത്താബ് എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വലിയ മാതൃകയാണ്. അവിടെ നിന്ന് ഒരു മനുഷ്യനെ പോലും ഗളച്ഛേദം ചെയ്യുകയോ രക്തപ്പുഴ ഒഴുക്കുകയോ ചെയ്യാതെ അവിടുത്തെ മുഴുവൻ ആളുകൾക്കും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് ഖലീഫ ഉമർ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പള്ളി, അതിൻ്റെ താക്കോല് സൂക്ഷിക്കുന്നതിൻ്റെ ചുമതല പോലും ക്രിസ്ത്യൻ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് തന്നെ നൽകിക്കൊണ്ട് അതുപോലും തിരിച്ചു വാങ്ങാതെ അത് നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ജെറൂസലം പിടിച്ചെടുത്തപ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഒഴിഞ്ഞു പോകാൻ അദ്ദേഹം അനുമതി കൊടുക്കാൻ. അതിൽ പലരും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിപ്പോകുന്നത് കണ്ടപ്പോൾ അവർക്കൊക്കെ പ്രത്യേകമായ ഫണ്ട് അനുവദിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പോകണം, നിങ്ങൾ പോകുന്നതിന് അവരെ സഹായിക്കണം. ആ രൂപത്തിലുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു. ഒരു രക്തപ്പുഴയും അവിടെ ഒഴുകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കളായ ഭരണാധികാരികൾ പോലും അദ്ദേഹത്തെ ഏറെ പ്രശംസിച്ചതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന റിച്ചാർഡ് എന്ന് പറയുന്ന, റിച്ചാർഡ് ദ ലയൺ ഹാർട്ട് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി,
അദ്ദേഹത്തിന് യുദ്ധത്തിനിടയിൽ കുതിരയെ നഷ്ടപ്പെട്ടപ്പോൾ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഒരു കുതിരയെ കൊടുത്തയക്കുകയാണ്. പോരാടേണ്ടുന്നത് തുല്യരായവരാണ്. കുതിരയില്ലാത്ത ഒരാളെ തൻ്റെ കുതിരപ്പുറത്തിരുന്നുകൊണ്ട് ആക്രമിക്കരുത് എന്നൊരു സന്ദേശമാണ് സുൽത്താൻ അവിടെ പകർന്നു കൊടുക്കുന്നത്. ഇന്നത്തെ യുദ്ധങ്ങൾ എടുത്തു നോക്കൂ. ഭൗമ മേഖലയിൽ അല്ലെങ്കിൽ ആകാശ വ്യോമയാന മേഖലയിൽ ഒരു തരത്തിലുമുള്ള അത്ര വലിയ അഡ്വാൻസ്ഡ് അല്ലാത്ത ഇറാൻ എന്നൊരു രാജ്യത്തെ വ്യോമയാന മേഖലയിൽ ഏറ്റവും ശക്തിയുള്ള ഇസ്രായേലും അമേരിക്കയും ഒന്ന് ബോംബ് ചെയ്തു പോവുകയാണ്. പണ്ടത്തെ യുദ്ധം അങ്ങനല്ല, തുല്യരാണ് പോരാടുക. വാളുള്ളവൻ വാളുണ്ട്, അതുപോലെ തന്നെ പരിചയമുള്ളവൻ പരിചയോട്, അങ്ങനെ പരസ്പരം പോരാടുന്ന ഒരു യുദ്ധമുഖമാണ് ഉണ്ടായിരുന്നത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അതിലൊരു വലിയ മാതൃകയാണ് കാണിക്കുന്നത്. റിച്ചാർഡിന് അസുഖം വന്നപ്പോൾ അദ്ദേഹം ഡോക്ടറെ പറഞ്ഞയച്ചു കൊടുക്കുക, അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ പറഞ്ഞയച്ചു കൊടുക്കാനും കൊടുത്തയക്കാണ്. തൻ്റെ ഒരു ശത്രുവിനെ പോലും അങ്ങനെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചരിത്രം മാറണമെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടും മൂല്യങ്ങളുമുള്ള ആളുകൾ ഉയർന്നു വരികയും ഭക്തിയും അള്ളാഹുവോടുള്ള താല്പര്യവും ഇസ്ലാമിക സമൂഹത്തോടുള്ള പ്രതിപത്തിയും ഈ സമൂഹത്തിന് ഇസ്സത്ത് ലഭിക്കണം, ഈ സമൂഹത്തെ അതിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണം എന്ന അടിയുറച്ച ആഗ്രഹവുമായി മുന്നിൽ നടന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ സ്വലാഹുദ്ദീന്മാർ ചരിത്രത്തിൽ കടന്നു വരും. അള്ളാഹു ഈ ഒരു സമുദായത്തെ അത്തരത്തിൽ വളർത്തിയെടുക്കുമാറാകട്ടെ, രക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.